ഹലോ, നമുക്കിന്ന് സുഖിയൻ ഉണ്ടാക്കിയാലോ? ഒരു 8-9 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ചെറുപയർ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. പയർ അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പത്തിനും നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഇവിടെ ഒരു 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിനാവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഇവിടെ ഉരുക്കി വന്നിട്ടുണ്ട്. നമുക്കത് അരിച്ച് മാറ്റി വയ്ക്കാം. പയർ ഒരു വിസിൽ വരുന്ന വരെയാണ് കുക്കറിൽ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്ക് ചെറുപയർ ഇവിടെ കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളം ഒട്ടും തന്നെ ഇല്ല. ഇനി പയറിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ക്യാപ്പ് തുറന്ന് വെച്ച് അത് വേണമെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിലൊട്ടും തന്നെ വെള്ളമില്ല. നമുക്ക് ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതും ചുക്ക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായി ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കതൊരു ബാറ്റർ ആക്കിയെടുക്കാം. ഈ കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പയറിൻ്റെ മിക്സ് ആദ്യം നമുക്ക് ബോൾസ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ പയറെല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിൽ മുക്കിയിട്ട് അതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സുഖിയൻ റെഡിയായി വന്നിട്ടുണ്ട്. താങ്ക് യു.